കേരളത്തിലെ എല്ലാ +1 വിദ്യാർത്ഥികളും മുഴുവനായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് മക്കളെ ഇത്. മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ടെൻഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തു വരുന്നുണ്ടാവും. കാരണം ഈ വർഷത്തെ ഓണപ്പരീക്ഷ സാധാരണ ഓണപ്പരീക്ഷ അല്ല, ഗവൺമെൻറ് അല്ല പേപ്പർ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിൻ്റെ കൗൺസിലൊക്കെ സെറ്റ് ചെയ്യുന്ന പേപ്പർ ആയിരിക്കും. അപ്പോൾ മുൻ പരീക്ഷകളിലെ ചോദ്യപേപ്പർ അതേപോലെ പഠിച്ചു പോയിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇടുന്ന പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ടെൻഷൻ ഉണ്ടെങ്കിൽ ഓണസ്റ്റി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം നിങ്ങൾ മാത്രമല്ല, വേറെ പലർക്കും ആ ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ, നിങ്ങൾക്ക് പഠനം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടെൻഷനും എന്ത് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എക്സാമിനർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. വെറുതെ ഒപ്പം ഉണ്ടാവുമെന്ന് പറയുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡിലൻ സൊല്യൂഷൻ, നിങ്ങളെ പേടി മാറ്റാനും അതുപോലെ തന്നെ ഈ മാർക്ക് വാങ്ങിച്ചെടുക്കല്ലേ പ്രശ്നം, അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എക്സാമിനറിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, മെയിനായിട്ട് നിങ്ങൾക്ക് 2 പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു പ്രശ്നം, ഇനിയും ചാപ്റ്റേഴ്സ് ബാക്കി പഠിക്കാനുണ്ട്. ഓണപരീക്ഷയുടെ സിലബസ് ഫുള്ള് തീർത്തില്ല, ഇനിയും ചാപ്റ്റേഴ്സ് ബാക്കി പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഞങ്ങൾ പഠിച്ചെടുക്കാം, പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, ലാംഗ്വേജ് എന്ന് പറഞ്ഞ സംഗതി. അതിൽ ഇംഗ്ലീഷൊക്കെ എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, പോയംസ് ഉണ്ട്, ഡിസ്കോസ് ഉണ്ട്, ഗ്രാമർ ഉണ്ട്. ഇതൊന്നും തന്നെ നിങ്ങൾക്ക് അറിയില്ല. മാത്രമല്ല, ഇത് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുകൂടാതെ ഹിന്ദി, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെയാണ് ഇനി വളരെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കുക? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് പ്രശ്നം തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. മക്കളെ, ഇംഗ്ലീഷ് പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ കയറി വന്നോളൂ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഞാനും അനൻസാറും ഉണ്ടാവും. ഇംഗ്ലീഷിലെ ഫുൾ ചാപ്റ്റേഴ്സ്, ഫുൾ പോയംസ് ഒരൊറ്റ ലൈവിൽ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ച് തീർക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ലൈവിൽ ഞങ്ങളുടെ കൂടെ വന്ന് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഇംഗ്ലീഷ് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചില്ലെങ്കിലും സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും നാളത്തോടെ നമ്മൾ ചാപ്റ്റേഴ്സും പോയവും അതിനുള്ള എല്ലാ ചോദ്യങ്ങളും അപ്രീസിയേഷൻ അടക്കം നമ്മൾ പഠിച്ച് തീർക്കുന്നതായിരിക്കും. അപ്പോൾ സാർ, ബാക്കിയുള്ള ഡിസ്കോസും ഗ്രാമറോ തൊട്ടടുത്ത ദിവസം മൺഡേ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾ വരുമ്പോൾ ഈ ഡിസ്കോസും ഗ്രാമറും അതിലുള്ള എല്ലാ കാര്യങ്ങളും, ഫോർമാറ്റ് ആയിക്കോട്ടെ, ഡിസ്കോസ് എഴുതേണ്ട എക്സാമ്പിൾസ് ആയിക്കോട്ടെ, ഗ്രാമറിന്റെ റൂൾസ് ആയിക്കോട്ടെ, ഗ്രാമറിന്റെ ചോദ്യങ്ങളായിക്കോട്ടെ, എന്തൊക്കെ നിങ്ങളുടെ ഓണപരീക്ഷയിൽ ചോദിക്കുമോ അത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും മക്കളെ, നമ്മൾ മൺഡേ തീർക്കുന്നതായിരിക്കും. ഇതോടെ ഇംഗ്ലീഷിന്റെ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുന്നു. ആകെ ലൈവിൽ വന്നിരിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം നമ്മുടെ സ്വന്തം ഷമീം സാറ് വരുന്നതായിരിക്കും. ഹിന്ദിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ വെറും ഒറ്റ ലൈവിൽ, മാരത്തോൺ ലൈവിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹിന്ദിയുടെ കാര്യം തീരുമാനം. ഇനി ആകെയുള്ള നിങ്ങളുടെ പ്രശ്നം എന്താണ് മക്കളെ? അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒക്കെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അവിടെ വരുമ്പോൾ 2 പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു പ്രശ്നം, ഇനിയും ചാപ്റ്റേഴ്സ് ബാക്കി പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു കിടിലൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ഓരോ ചാപ്റ്ററും ഓരോ മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് പരീക്ഷ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ അടിപൊളി ടീച്ചേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനൊരു അടിപൊളി സൊല്യൂഷൻ പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. ആ പ്ലേലിസ്റ്റിൽ +1 ഓണം എക്സാം 2024 എന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഓണപരീക്ഷയിലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുക. 1 മണിക്കൂർ എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളും മുഴുവൻ ആ 1 മണിക്കൂറിലുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് സമയമുണ്ട്. ഞായറാഴ്ചയൊക്കെ നിങ്ങൾക്ക് 1 മണിക്കൂർ വീതം ഈസി ആയിട്ട് 2-3 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അപ്പോൾ എല്ലാം പഠിച്ചു തീർന്നില്ലെങ്കിൽ പോലും മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്ലേലിസ്റ്റ് ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഹിന്ദിയും ഇംഗ്ലീഷും ലൈവുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു പരീക്ഷ ഉണ്ടാവില്ല, ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടാവില്ലേ, അതിൻ്റെ തലേന്നായിട്ടുള്ള ദിവസങ്ങളിൽ എക്സാമിനറിൻ്റെ സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടാവും. ആ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടുള്ള എല്ലാ ചോദ്യങ്ങളും, പരീക്ഷയിൽ വരാമെന്ന ചോദ്യങ്ങൾ മാത്രം, തിയറി ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, അതിന് ആവശ്യമില്ല. പരീക്ഷാ തലേന്ന് എല്ലാ ചോദ്യങ്ങളും ആ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ, ഓണപരീക്ഷയ്ക്ക് ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈസിലി നിങ്ങളിപ്പോൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും മക്കളെ ഈസി ആയിട്ട് 80% മുകളിൽ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കുറച്ച് പഠിച്ചവരൊക്കെ ആണെങ്കിൽ മക്കളെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 95% മുകളിൽ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇത് എക്സാമിനറിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് അത്യാവശ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വിചാരിക്കുന്നു ഞാൻ. നിങ്ങളുടെ പ്രശ്നം, അതിനുള്ള സൊല്യൂഷനും ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, നിങ്ങളുടെ പരീക്ഷയിൽ മാക്സിമം മാർക്കും മാക്സിമം കോൺഫിഡൻസും തരാമെന്ന് പറ്റുന്ന ഒരു സൊല്യൂഷൻ
ഞാൻ തന്നു എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങളും എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മറക്കരുത്, നാളത്തെ ഞായറാഴ്ചത്തെ ഇംഗ്ലീഷ് ലൈവിൽ കയറി വരണം. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, കോൺഫിഡൻസും മാർക്കും കിട്ടുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല, ഫ്രണ്ട്സിനെയും കൂട്ടി നാളത്തെ ലൈവിൽ കയറി പോയാൽ മക്കളെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, ഓണപ്പരീക്ഷ തകർക്കാം.